പവിത്രേട്ടാ, എനിക്ക് ഇനി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് എന്തൊക്കെ നിർബന്ധം വന്നറിയോ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്? എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്താൻ പവിത്രേട്ടാ. എടി, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എനിക്ക് ആഗ്രഹമില്ലാത്തോണ്ടാണോ അമ്മച്ചി സമ്മതിക്കണ്ടേ ഇതിന്? അതിന് അമ്മച്ചി അല്ലല്ലോ കേട്ടുന്നത്, പവിത്രേട്ടനല്ലേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വീട്ടുകാരെ അറിയാണ്ട് എത്ര കല്യാണമാണ് നടക്കുന്നത്. ഇതൊക്കെ ആര് നോക്കുന്നു? എടി, ഇതൊക്കെ പറയാൻ കൊള്ളാം. നിനക്ക് എന്റെ അമ്മച്ചിയുടെ സ്വഭാവം അറിയാൻ മേലാത്തോണ്ട. പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോഴേ പറഞ്ഞു നീ അഹങ്കാരിയാണെന്ന്. പിന്നെ മുഖത്ത് നോക്കി സ്വഭാവം പറയാൻ അവരെന്നെ ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ? ചുമ്മാ ഇതൊക്കെ അടവ്. എന്റെ പവിത്രേട്ട എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം. അമ്മച്ചിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കൂ. അവളിങ്ങനെ കിടന്ന് കടുപ്പിടുത്തം പിടിക്കാൻ നേരത്ത് പിന്നെ എന്നാ ചെയ്യാനാ? ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, എങ്ങനെയും അമ്മച്ചിയെ ഒന്ന് സോപ്പിടുക. അമ്മച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേക്കമ്മച്ചി. സുമിത്ര നല്ല സ്നേഹമുള്ള പെണ്ണാന്ന്. എന്റെ അമ്മച്ചിയെ പൊന്നു പോലെ നോക്കുവല്ലേ. അയ്യോ, എന്നെ പൊന്നു പോലെ നോക്കണ്ടായേ. ഇങ്ങനെ ഒരു പൊട്ട ആ പെണ്ണൊന്നും മനസ്സ് വെച്ചപ്പോ നിന്റെ മനസ്സിളകിയല്ല. അമ്മച്ചി, ഞാൻ പറയുന്ന അമ്മച്ചി ഒന്ന് കേക്കമ്മ. ഒന്നും പണയണ്ട, ഈ കല്യാണം നടക്കൂല. ഇനി നിങ്ങൾ പറ, ഇതുപോലൊരു അവസ്ഥയിൽ പെട്ടുപോയി പിന്നെ എന്തോ ചെയ്യും? പ്രശ്നമാണല്ലോ ഇപ്പോഴത്തെ കാല. പെൺപിള്ളേർ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അരുതാത്ത എന്തെങ്കിലും ചെയ്താ പവിത്രം പെട്ടു. അതെ, ഒരു കാര്യം ചെയ്യും, അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കേ. പോത്തിനോട് വേദം ഓതിട്ട് വല്ല കാര്യമുണ്ട്? പെറ്റ തള്ള അങ്ങനെയൊന്നും പറയല്ലേ. അവര് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ആ പെങ്കൊച്ചിനോട് വേറെ ആരെങ്കിലും കെട്ടാൻ പറ. എന്റെ ആലീസ, ഞാൻ ആ വഴി ഒന്ന് സംസാരിച്ചു നോക്കിയതാ. ആണോ? ഇപ്പൊ പവിത്രേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, ഞാൻ ഇത്ര നേരം പറഞ്ഞത് മലയാളത്തിലല്ലേ, നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ അമ്മച്ചിയുടെ സമ്മതം ഇല്ലാതെ ഈ കല്യാണത്തിന് ഞാൻ തയ്യാറല്ല. എന്നുവെച്ചാ നീ കുറച്ച് നാളോടൊന്ന് വെയിറ്റ് ചെയ്യ്. എത്ര കാലം ഇനി വെയിറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ. അമ്മച്ചി സമ്മതിക്കുമെന്ന് പവിത്രേട്ടന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാ ശരി, അത് കള. രണ്ടാമത്തെ പ്ലാൻ എന്താ? നീ വേറൊരു കല്യാണം കഴിക്കേ. ബെസ്റ്റ്. ഇത്രയും നാളും പുറകെ നടന്ന് ചക്കരെ പഞ്ചാര എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? അതിന് കാര്യമൊന്നും കഴിഞ്ഞില്ലല്ലോ. ദേ പവിത്രേട്ടാ, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് കളഞ്ഞേക്ക്. എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തോണ്ടല്ലോ ഞാൻ തൂങ്ങിച്ചാവും, സത്യം. അവൾ അത്രയും തീർത്ത് പറഞ്ഞോടുകൂടി ഞാൻ അമ്മച്ചിയോട് ഒരു പ്രാവശ്യം കൂടെ സംസാരിച്ചു നോക്കും. പവിത്ര, നീ എന്ത് പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോണില്ല. എനിക്ക് അവളെ ഇഷ്ടമല്ല. എന്റെ അമ്മച്ചി, ഞാൻ ഒന്നാമത്തെ കാര്യം കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുക. ഏതായാലും പെണ്ണും കെട്ടണം. ഈ പിന്നെ അവളെ ആണല്ലോ എന്നെ കുഴപ്പമെന്നാ. ആരായാലും വേണ്ടൂല, അവളെ വേണ്ട. എന്റെ അമ്മച്ചി അവളാണ് തൂങ്ങിച്ചാവെന്നും പറഞ്ഞ് നിൽക്കുക. ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങളാ ഈ ഒരു ആവശ്യത്തിന് പുറത്ത് എന്തെങ്കിലും കടുകയും ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യ പ്രകടനയുടെ പേരിൽ 8 അല്ലെങ്കിൽ 9 വർഷം ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അവളെ കല്യാണം കഴിച്ച് നീ ജീവിതകാലം മുഴുവനും കഴിയാൻ നല്ലത് 9 കൊല്ലം ജയിലിൽ കിടക്കണം. ഞാൻ മാത്രമല്ല, അമ്മച്ചിയും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എന്തിനേ? എന്റെ അമ്മച്ചി അങ്ങനെയാ നിയമം. അമ്മച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ആ പെണ്ണിനെ കെട്ടാത്തെന്ന് പറഞ്ഞാൽ അമ്മച്ചിയും പ്രതിയാവും. എന്താന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല അവളെ കെട്ടാൻ. ആ സാധനം കൊണ്ടുണ്ടല്ലോ. നീയല്ലേ പറഞ്ഞ രാവിലെ കാശൊന്നും കയ്യിലല്ലോ. ഞാൻ രാവിലെ ജോർജ് കുട്ടി സാറിന്റെ ഇന്ന് 2000 രൂപ കടം മേടിച്ചാ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല, നീ രാവിലെ മുതൽ രാത്രി വരെയും തെണ്ടി കിടന്നിട്ട് കാശൊന്നും കിട്ടണല്ലേ? അമ്മ തരാനുള്ളവരൊക്കെ കടം പറയുക, അവരോട് അലമ്പുണ്ടാക്കാൻ വേണ്ടി പറ്റൂ. പണ്ടേ നിനക്കൊരു കാര്യത്തിൽ പ്രാപ്തിയില്ല. നീ എന്താണോ ഒരു പക്വത വന്നത്. വരുമ്പോ ഞാൻ അമ്മയെ അറിയിക്കാം. എന്റെ ഈശ്വര, സുമിത്രയല്ലേ അത്? ദൈവമേ, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നീ തന്നെ അടി കാണിച്ചോണ്ട് വന്നിരിക്കുന്നേ. നീ ഇവിടെ എങ്ങാനും വന്ന് നിൽക്കുന്ന എന്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ അവര് ഒലക്ക എടുത്ത് അടിക്കുള്ളൂ നിനക്കിട്ട്. എന്തെടുത്ത് അടിച്ചാലും വേണ്ടില്ല, ഞാൻ വീട്ടിലുള്ള സാധനം എല്ലാം കെട്ടിപ്പറക്കിയല്ലേ പോകുന്നത്. നീ എന്തോ വിവരൊക്കെ അടി കാണിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞാണോ എനിക്കൊരു ശകല സമയം തരാൻ? ആ സമയം കൊണ്ട് ഞാൻ അമ്മയെ പറഞ്ഞ് എങ്ങനെയാലും ഞാൻ സമ്മതിപ്പിക്കാം. നീ ഇത് ആദ്യം എടുത്തോണ്ട് പോ. ഇങ്ങോട്ട് ഇറങ്ങാൻ പോകാനും വേണ്ടിട്ടൊന്നുമല്ല ഞാൻ കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നത്. ഞാൻ പോവില്ല. ദൈവം, ഇവിടെ കൊലപാതകം നടക്കൂല്ലോ. ആലീസിനോട് ഞാൻ പറഞ്ഞാ നിന്നെ വിളിച്ചൊന്ന് കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. അതങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ നീ ഫോൺ എടുക്കൂ. ആലീസ് ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. എന്നിട്ടാണോ നീ ഇതെല്ലാം പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? ആലീസ് ചേച്ചി കൂടെ പറഞ്ഞപ്പോ എനിക്ക് ധൈര്യമായി. അതല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്. ആരാ പവിത്ര അത്? അമ്മച്ചി, എല്ലാം കഴിഞ്ഞു, പൂർത്തിയായി. അമ്മ, അല്ല സുമിത്ര ഇതിലെ കൂടെ പോയപ്പോഴത്തേക്ക് വെറുതെ കയറിയതാന്ന്. അമ്മച്ചിക്ക് സുഖമാണോന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന്. ഞാൻ വെറുതെ ഒന്നുമല്ല, ഞാൻ ഇനി തൊട്ട് ഇവിടെ താമസിക്കുന്നു.
സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് വന്നൊന്നുമല്ല. ഇതൊക്കെ ആലീസിന്റെ പണിയാ. ദൈവത്തോർത്ത് അമ്മച്ചി അലമ്പൊന്നും ഉണ്ടാക്കരുത്. ഏതായാലും വന്നല്ലേ, ഒരു ദിവസം ഇവിടെ നിൽക്കട്ടെ അല്ലേ. ഒന്ന് സമ്മതിക്കും. നാളെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവളെ പറഞ്ഞു വിടാം. വഴിയെ വീണവർക്ക് കയറി താമസിക്കാൻ ഇത് സത്രമൊന്നുമല്ല. പോകാൻ പറ അവളോട്. നീ ഇപ്പൊ ഇവിടെ കയറി താമസിക്കാൻ നിന്ന ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ പോ. ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ വന്ന് വിളിച്ചോളാം. സത്യം. പവിത്രേട്ടാ, പവിത്രേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല. ഇന്നോട്ടെ ഇതെന്റെ വീടാ. സുമിത്ര പറയുന്ന അവിടെ വീട് എന്നാ പറയുന്നത്. അമ്മ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മയുടെ കാല് വേണം ഞാൻ പിടിക്കാൻ. അമ്മ നടക്കില്ല പവിത്ര. ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കുള്ളൂ. ഉറപ്പായിട്ടും? ഉറപ്പായിട്ടും. നീ പോകുന്നുണ്ടോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടുന്ന് ഇറങ്ങി അങ്ങ് പോവാം. ഞാനിവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് വല്ല ട്രെയിനിന് പോയി തല വെക്കും. അന്നേരം രണ്ടും കൂടെ പഠിച്ചോളും. ഇങ്ങനെയുണ്ടോ മനുഷ്യന് വാശി? രണ്ടുപേരും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക. ഇതിനെന്തെങ്കിലും തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? പവിത്രേട്ടാ. പവിത്ര, അവളോട് കയറി വരാൻ പറ. പറഞ്ഞത് മനസ്സിലായില്ലേ? കയറി വരാൻ പറ. കല്ലാനാണോ? വാ. അത് അടി വീഴുവാണ്, ഓടിക്കണം കേട്ടോ. അമ്മ, നീ കേറിപ്പോ. നിന്റെ മുറി ഇത്. അത് ഓ, നീ എവിടെ പോണം? നിന്റെ മുറി ഇത്. ഇതോ? ആ, ഭീഷണി കേട്ടിട്ടൊന്നുമല്ല നിന്റെ. നീ പോയാലും ഉടമ്പലും പോകുന്ന എനിക്കറിയാം. വിശക്കുമ്പോ തിരിച്ചു കയറി വരുമല്ല. നീ പോ. ഒരു പ്രേമക്കാരൻ നടക്കണം.